നമസ്കാരം. സംസാരിക്കുമ്പോഴൊക്കെ നല്ല പുഞ്ചിരിയോട് കൂടി നമ്മളോട് സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ നല്ല സ്നേഹത്തോടെ സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ കുറ്റം പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും കൂടെ ചേർത്ത് നിർത്തരുത്. അവരോട് നമ്മൾ സംസാരിക്കണം. നമ്മൾ അവരോടൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തോടു കൂടി നിൽക്കുക, സംസാരിക്കുക. ഒരിക്കലും അടുക്കാൻ പോകരുത്. കാരണം ആ അടുക്കും തോറും നമ്മുടെ നാശങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കൂട്ടുകാരന്മാർ എനിക്കുണ്ടായിരുന്നു. ഈ കലാപരമായിട്ട് ഒരുപാട് കൂട്ടുകാരന്മാർ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ രീതിയിൽ കലയിലാണ് ഏറ്റവും കൂടുതൽ ഈഗോ നടക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് കലയിലാണ്. അപ്പോൾ നമ്മളോട് സ്നേഹം നടിച്ച് നമ്മളിൽ നിന്നും പറ്റി തിന്ന് നടക്കുന്ന കുറേ ആളുകൾ നമുക്ക് സ്നേഹിതന്മാരുണ്ടാവും. ഒരിക്കലും അങ്ങനത്തെ സ്നേഹിതന്മാരെ ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. കാരണം നമ്മളോട് ചിരിച്ചു കാണിക്കും, അപ്പുറത്ത് പോയിട്ട് നമ്മളെ കുറ്റം പറയുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടിലേക്കും നിങ്ങൾ പോവാതിരിക്കുക. അത് നമ്മുടെ നാശങ്ങളാണ്. പിന്നെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ, ഒരുപാട് ആളുകൾ നമ്മളെ തേടി വരും, ഇങ്ങോട്ട് തേടി വരും. നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്നും എന്തെങ്കിലും കിട്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തേടി ഒരുപാട് ആളുകൾ വരും. അതിലും നമ്മൾ വീണു പോകരുത്. നമ്മളിൽ ഉണ്ടെങ്കിലും നമ്മൾ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാകുക. കാരണം അതും നമ്മുടെ നാശത്തിലേക്കാണ്. അപ്പൊ ഒരിക്കലും അങ്ങനെയുള്ള കൂട്ടുകെട്ടിലേക്ക് നമ്മൾ പോകാതിരിക്കുക. എന്തായാലും നല്ല ദിവസങ്ങൾ നമുക്ക് മുന്നോട്ട് ഇനിയും യാത്രകൾ ചെയ്യാനുള്ളത് കൊണ്ട് അങ്ങനത്തെ കൂട്ടുകെട്ടിലേക്കോ ഒന്നും പോകാതിരിക്കുക. നമുക്ക് സ്നേഹം ഇങ്ങോട്ട് തരുന്ന ആളുകൾക്ക് നമുക്ക് തിരിച്ചങ്ങോട്ട് കൊടുക്കുക. അല്ലാത്ത പക്ഷം ഒരു സ്വന്തവും ബന്ധവും ഇതിൽ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പൈസയുടെ കാര്യത്തിൽ ഒരു സ്വന്തവും ബന്ധവും നമുക്കുണ്ടാവില്ല. പൈസ ഉണ്ടോ, അവന്റെ കൂടെ ആളുകളുണ്ടാവും. പൈസയില്ലേ, പട്ടിയുടെ വിലയുള്ളൂ. ഏതൊരു മനുഷ്യനും പൈസ കയ്യിലുള്ളവന് നല്ല വില ഉണ്ടായിരിക്കും. പക്ഷെ പൈസ ഇല്ലാത്തവന് ആരുടെ മുമ്പിലാണെങ്കിലും, കുടുംബത്തിന്റെ മുമ്പിലോ നാട്ടുകാരുടെ മുമ്പിലാണെങ്കിലും പട്ടിയുടെ വില ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. നമുക്ക് അനുയോജ്യമായ കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കുക, അതല്ലെങ്കിൽ കൂട്ടുകാരികളെ നമ്മൾ തിരഞ്ഞെടുക്കുക. അല്ലാത്ത പക്ഷം ഒരു കൂട്ടുകാരെയും നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പോകരുതേ. അത് നമ്മുടെ നാശത്തിലേക്ക് പോകും.